കൂട്ടുകാരെ പിന്നെയും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം നമ്മൾ ചിക്കൻ കറിയും കൂട്ടി ചോറിനാൻ പോവാണ്. അപ്പോൾ ഏട്ടനാണ് ചിക്കൻ സാധാരണ വീട്ടിൽ വാങ്ങുമ്പോൾ വെക്കാറ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എങ്ങനെ ചിക്കൻ കറി വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏട്ടൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി, മുളക് പൊടി, ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അതൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ. ആ ഒരു ഗ്യാപ്പിലാണ് സബോളയും അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ റെഡി ആകുമ്പോഴേക്കും ഇവിടെ വല്യമ്മ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ ചിരങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇടക്കിടക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും, അതുണ്ടെങ്കിൽ പിന്നെ ചോറിന് അതന്നെ മതി. പിന്നെ ഏട്ടൻ പോയി കൊള്ളിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചെക്കന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണിച്ചു. അവന് പിന്നെ അവൻ്റേതായ പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ അടുപ്പ് കത്തിക്കേണ്ട പരിപാടിയിലാണ്. സമയം ഏകദേശം ഉച്ചയാകാറായി. നമുക്ക് ഉച്ചയ്ക്ക് ചോറിനാൻ ചിക്കൻ കറി വെക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഏട്ടൻ അടുപ്പൊക്കെ കത്തിച്ചു. ഒന്നാമത് പുറത്ത് ഭയങ്കര ചൂട്, പിന്നെ പറയും വേണ്ടല്ലോ, അടുപ്പിൻ്റെ ചുവട്ടിലാണെങ്കിൽ എല്ലാവരും ചൂട്. പിന്നെ നമ്മളെന്ത് കഴിക്കുമ്പോഴും നമ്മുടെ വീട്ടിലെ നായാണിത്, മാസീന പേര് വന്ന് എത്തി നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും. ഇവനാണെങ്കിൽ എന്ത് കിട്ടിയാലും കൊടുക്കുകയും ചെയ്യും. പിന്നെ നല്ല ചൂടായതുകൊണ്ട് കുറച്ച് നാരങ്ങളും കലക്കി. വീട്ടിൽ ഗൂജാവ് ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ കലം, മൺകലം. അതിലെ വെള്ളമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രിഡ്ജിലെ വെള്ളം ഞാൻ അങ്ങനെ കുടിക്കാറേ ഇല്ല എവിടെയാണെങ്കിലും. എനിക്ക് അപ്പോൾ വീട്ടിൽ പോയി ഞാൻ ഗോജിയിലെ വെള്ളം കുടിക്കും. അപ്പോൾ ഏട്ടനും ഗോജിയിലെ വെള്ളം വേണ്ട, അതിന് തണുപ്പൊന്നും ഇല്ലാണ്ട് ഞാൻ ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സർബത്ത കലക്കിയത് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ചിക്കനുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളയും ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കുന്നതുകൊണ്ട് ഉരുളക്കിഴങ്ങും തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഇവിടെ ആവണ ഗ്യാപ്പിൽ എനിക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ അടുക്കളയിൽ വല്യമ്മ ചമ്മന്തിപ്പൊടിക്കുള്ള പ്രിപ്പറേഷനായിരുന്നു. ചമ്മന്തിപ്പൊടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നീടാം. അപ്പോൾ ഞാൻ ചമ്മന്തിപ്പൊടിയും ചിക്കനും കൂട്ടി കുറച്ച് ചോറും കൊണ്ടു. പിന്നെ ബ്രെഡ് വാങ്ങിയത് കൊണ്ട് ബ്രെഡും ചിക്കൻ്റെ ചാറും കൂട്ടിയിട്ട് കഴിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവനെ നേരത്തെ ഉച്ചയ്ക്ക് ഉറങ്ങി എണിച്ചതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൽ പതിവാണ്. അപ്പോൾ ബ്രെഡും മുട്ടയും അതുപോലെ തന്നെ പാലൊക്കെ കൊണ്ടൊരു സംഭവം ഉണ്ടാക്കി കൊടുത്തു. അവനത് ഭയങ്കര ഇഷ്ടാവും ചെയ്തു. അവനാണെങ്കിൽ എന്ത് കിട്ടിയാലും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അതാണ് അവൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഉള്ളത് മൊത്തം കൊടുത്ത് അവസാനത്തെ പൊടിയും പൊട്ടൊക്കെ വല്യമ്മയ്ക്ക് കൊടുക്കാൻ നിൽക്കണവൻ. പിന്നെ അമ്മൻ്റേതായ കേക്കും കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് കുളമാക്കിയതിൻ്റെ സന്തോഷത്തിൽ അതും തിന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയി, കേക്കൊക്കെ തീർന്നു. വൈകുന്നേരം ആയപ്പോൾ ഉണ്ണിയെ നല്ലോണം കോഴിഞ്ഞൊന്നും അവന് പേടിയില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കളിയെല്ലാം കഴിഞ്ഞ് അവന് ചോറൊക്കെ കൊടുത്തതുകൊണ്ട് അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് പിന്നെ പത്തിരിയാണ്, സാധാരണ പത്തിരിയല്ല, കപ്പപ്പത്തിരിയായിരുന്നു. അപ്പോൾ കപ്പപ്പത്തിരിയും കൂടി കഴിച്ചിട്ട് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിച്ചു. ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ എൻ്റെ കൂടെ വേറൊന്നും കഴിച്ചില്ല, ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.